ഇപ്പോൾ കേസ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? CBI അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അപർണ കാർത്തിക നൽകും വിശദാംശങ്ങൾ. അപർണ, ഈ കേസിൽ ഗുരുതര വീഴ്ച സർക്കാരിന് സംഭവിച്ചു എന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായതാണ്. മറ്റൊന്ന്, ഈ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ആദ്യം ഈ സംഭവം നടന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നപ്പോഴും പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നില്ല എന്നൊരു കാര്യമുണ്ട്. അത് ശക്തമായി ഉയർന്നു വരുന്നതാണ്. ഇപ്പോൾ CBI അദ്ദേഹത്തെ തുടർച്ചയായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിലുള്ള അന്വേഷണം എവിടെ വരെ എത്തി? എന്താണ് സംഭവിക്കുന്നത്? റോഷ്നി, ഈ കേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും നിർണായകമെന്ന് പറയാവുന്ന കാര്യം കൃത്യമായ അന്വേഷണം ഈ ഘട്ടം വരെയും തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നതാണ് വസ്തുത. CBI സംഘം കഴിഞ്ഞ 2 ദിവസമായി കൊൽക്കത്തയിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തുകയാണ്. പക്ഷേ എവിടെ നിന്ന് അന്വേഷണം തുടങ്ങണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും CBIക്ക് വ്യക്തതയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഒരു ബലാത്സംഗ കേസാണ്, കൊലപാതക കേസാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്നത് ഫോറൻസിക് എവിഡൻസ് ആണ്. അത് ലഭിക്കേണ്ട സ്ഥലം ആ സെമിനാർ ഹാളാണ്. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളാണ്. ആ സെമിനാർ ഹാൾ CBI സംഘം എത്തുന്നതിൻ്റെ തലേ ദിവസം തന്നെ 90% പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടെ പ്രതിഷേധക്കാർ ഇരച്ചു കയറുന്നു. സ്വാതന്ത്ര്യദിനത്തിന് തലേ ദിവസം രാത്രി ഉണ്ടായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവിടെ നിരവധി ആളുകൾ കയറി ഇറങ്ങിയ ഒരു സ്ഥലമാണ്. അവിടെ എന്ത് തെളിവാണ് ഇനി CBIക്ക് കിട്ടുക എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ CBI സംഘത്തിൻ്റെ മുന്നിലുള്ള അനിശ്ചിതത്വം അവിടെ നിൽക്കുകയാണ്. നിലവിൽ ആകെ ഒരാൾ, സഞ്ജയ് റായ് എന്ന് പറയുന്ന അവിടുത്തെ ഉണ്ടായിരുന്ന ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുണ്ടായിരുന്ന ഒരു സുരക്ഷാ ജീവനക്കാരൻ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോഴും പറയുന്നത് അങ്ങനെ ഒരു പ്രതി മാത്രമേ ഈ കേസിലുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചിരുന്നത്. തുടക്കം മുതൽ തന്നെ ആശുപത്രി അധികൃതർ ഈ കേസിനോട് ഒരു അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആദ്യം തന്നെ അവർ വീട്ടുകാരെ അറിയിക്കുന്നത് ആത്മഹത്യ ചെയ്തതാണെന്ന്. പിന്നീട് വീട്ടുകാർ വന്ന് നോക്കുമ്പോൾ അത് ആത്മഹത്യ ചെയ്ത രീതിയിലല്ല മൃതദേഹം. ശരീരത്തിൽ പാതി ഭാഗത്ത് മാത്രമേ വസ്ത്രമുണ്ടായിരുന്നുള്ളൂ. കണ്ണടയുടെ ചില്ലുകൾ തറച്ച് 1.5 സെൻറ്റിമീറ്റർ അകത്തേക്ക്, കണ്ണിനകത്തേക്ക് തറച്ചിരിക്കുന്നു. ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിൽ അത്തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ വ്യക്തമായൊരു കാര്യമെന്ന് പറയുന്നത് റേപ്പിന് ഇരയായിട്ടുണ്ട്, അതും ഗ്യാങ് റേപ്പിന്, കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം സ്വാഭാവികമായും ആ രീതിയിലേക്ക് അന്വേഷണം മാറേണ്ടതായി വരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും കൃത്യമായൊരു സോളിഡ് എവിഡൻസ് ഇപ്പോഴും CBIക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം കൃത്യമല്ല എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് CBI കേസ് അന്വേഷിക്കണം. കാരണം പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള ആളാണ് അറസ്റ്റിലായത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അന്വേഷണം CBIക്ക് വരണമെന്ന് കൽക്കറ്റ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. അത് ആ ഘട്ടത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ CBI സംഘം ഡൽഹിയിൽ നിന്ന് കൊൽക്കത്തയിൽ എത്തുകയും ചെയ്തു. പക്ഷേ അവർക്ക് എവിഡൻസ് ഒന്നും ശേഖരിക്കാൻ ഈ ദിവസം എത്രയായിട്ടും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, നേരത്തെ അവിടെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സെമിനാർ ഹാളിനോട് ചേർന്നുകൊണ്ടുള്ളത്. ആ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ 2 ജൂനിയർ ഡോക്ടർമാരെയും അവിടുത്തെ ഒരു ഡീനെയും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നേരത്തെ അവിടെ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷിനെ ഇന്നലെയും ഇന്നുമായി CBI സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ കേസ് അന്വേഷണത്തിന് പുരോഗതി എന്ന് പറയാൻ 1 ഇഞ്ച് പോലും മുന്നോട്ട് വെക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിന് ഏതെങ്കിലും തരത്തിൽ സാധൂകരിക്കുന്ന എന്തെങ്കിലും പോസിറ്റീവായ ഒരു ഘടകം ഈ നിമിഷം വരെയും പോലീസിനോ CBIക്കോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ കേസ് അന്വേഷണം ഈ ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി നടത്തിയ രാഷ്ട്രീയ ഒരു വിമർശനമുണ്ട്. ഇതൊരു രാഷ്ട്രീയ നാടകമാണ്, ബംഗ്ലാദേശിന് സമാനമായി സംസ്ഥാനം പിടിച്ചടക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ്. ആ തരത്തിലുള്ള പരാമർശം പോലും വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസമായി രാജ്യവ്യാപകമായി ഡോക്ടർമാർ പ്രതിഷേധത്തിലാണ്. അതിൻ്റെ തുടർച്ചയായി അവരിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുകയാണ് ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇതൊരു ഗാങ് റേപ്പാണ്. ഒരു പെൺകുട്ടി ക്രൂരമായ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസാണ്. അതിനോടൊപ്പം തന്നെ രാജ്യത്തെ ഡോക്ടർമാർ സുരക്ഷിതത്വമല്ലാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിമാനത്താവളത്തിലെ സമാനമായ സുരക്ഷാ സംവിധാനങ്ങൾ രാജ്യത്തെ ഓരോ ആശുപത്രിയിലും, സർക്കാർ ആശുപത്രികളിൽ ഉൾപ്പെടെ വേണമെന്നുള്ളൊരു ആവശ്യം കൂടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് വെക്കുകയാണ്. റോഷ്നി, നിലവിലെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപർണ, ഈ ഡോക്ടറുടെ ശരീരത്തിൽ നിന്ന് 150 മില്ലിഗ്രാം ബീജമാണ് കണ്ടെത്തിയത്. അപ്പോൾ കൂട്ടബലാത്സംഗമാണെന്നതിൻ്റെ സാധ്യതകൾ ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ തന്നെ പുറത്തു വരുമ്പോൾ ഈ കൂട്ടബലാത്സംഗത്തിൻ്റെ എങ്ങനെയാണ്, അതിൻ്റെ കൂട്ടുപ്രതികൾ ആരൊക്കെയാണ്, ആ പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള കണ്ടെത്തലുകളിലേക്കൊക്കെ ഇനി കടക്കേണ്ടതുണ്ട്. പക്ഷേ ഈ തെളിവുകൾ ലഭിക്കാനുള്ള സാധ്യതകൾ അടയുന്നു എന്ന് തന്നെയാണോ ഈ അന്വേഷണത്തിൽ ഇനി അനിശ്ചിതത്വമായി നിലനിൽക്കുന്നത്?
നിലവിലൊരു അന്വേഷണത്തിൻ്റെ പുരോഗതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷേ അതിനോടൊപ്പം നമ്മൾ ഇന്ന് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സംഭവം നടന്ന് ഇന്നത്തേക്ക് 7 ദിവസം പിന്നിട്ടു. ഈ 7ാം ദിവസമാണ് കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് ആദ്യമായി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിലൊരു കൃത്യമായ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ വേർഷൻ, ഔദ്യോഗിക വിശദീകരണം ഇന്ന് നൽകുന്നത്. അതിങ്ങനെയാണ്. ഈ പറയേഷൻ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളിലെല്ലാം വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. സെമൻ ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നു, ഒരു നിശ്ചിത അളവിൽ കൂടുതലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ എല്ല് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 കാര്യങ്ങളും ഇന്ന് വിനീത് ഗോയൽ കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും വസ്തുതാ വിരുദ്ധമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ മറ്റേതെങ്കിലും അന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിലോ ഇത്തരത്തിൽ പരാമർശങ്ങളില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ വസ്തുത എന്താണെന്ന് നമുക്ക് വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. എന്തായാലും അങ്ങനെ സംഭവിച്ചാലും ഇല്ലെങ്കിലും പെൺകുട്ടി ഗ്യാങ് റേപ്പിന് ഇരയായിട്ടുണ്ട്, ആ കുട്ടി മരിച്ചിട്ടുണ്ട്. ഇത് 2 വസ്തുതകളാണ്. രണ്ടിലേക്കും വേണ്ട ഫോറൻസിക് എവിഡൻസുകളാണ് ഇനി ശേഖരിക്കേണ്ടതുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. അതിനുള്ള സാധ്യത നിലവിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മറ്റ് സാഹചര്യ തെളിവുകൾ കൂടി കണക്കിലെടുക്കണം. കുട്ടികളുടെ ബന്ധുക്കൾ, ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ കോടതിയെ വീണ്ടും സമീപിച്ചിട്ടുണ്ട്. സഹപാഠികൾക്കും അതുപോലെ തന്നെ കോളേജിലുള്ള മറ്റ് ഡോക്ടർമാർക്കും അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കോ ഈ കേസിൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചതിലോ കൊലപ്പെടുത്തിയതിലോ പങ്കുണ്ട്. അത് വിശദമായി അന്വേഷിക്കണം. ആ അന്വേഷണത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തേണ്ടതുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവർ പോലീസിനൊരു പരാതി ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കൽക്കട്ട ഹൈക്കോടതിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ CBIക്ക് നേരിട്ട് കൊണ്ട് ഒരു പെറ്റീഷനായി തന്നെ കുടുംബം സമർപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇതിൽ അന്വേഷണം നടന്നാൽ മാത്രമേ ഇനി എന്ത് എന്നുള്ളൊരു കാര്യത്തിൽ, കാരണം ഇതൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് കൂടി വരികയാണ്. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ രാഹുൽ ഗാന്ധി, ഇന്ത്യ മുന്നണിയിലെ പ്രബലമായ കക്ഷികളിലൊന്നാണ് തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ മമതാ ബാനർജിക്ക് കൃത്യമായ വീഴ്ച പറ്റി. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മമതാ ബാനർജി സ്വീകരിക്കേണ്ട നിലപാടുകളല്ല ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് തിരുത്തേണ്ടതുണ്ട് എന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് തന്നെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മമതാ ബാനർജിക്ക് രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങൾ നേരിടുന്നതിലൊരു പ്രത്യേക ചാതുര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരത് അതിജീവിക്കും, മറികടക്കുമെന്നുള്ളൊരു അമിത ആത്മവിശ്വാസം മമതാ ബാനർജിക്കുണ്ട്. പക്ഷേ ഇത് മറ്റൊരു നന്ദിഗ്രാമാവുമോ എന്നുള്ള തരത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ ഇതിനെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ വരുന്ന വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇത് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു അനുകൂലമായ നടപടി സ്വീകരിച്ച് മുഖം രക്ഷിച്ചിട്ടില്ലെങ്കിൽ മമതാ ബാനർജിക്ക് വിനയാകുമെന്നുള്ളത് കൊണ്ട് തന്നെ CBI അന്വേഷണത്തോട് സഹകരിക്കാനും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും മമതാ ബാനർജിയും പശ്ചിമ ബംഗാൾ സർക്കാരും തയ്യാറാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. ശരി, അപർണ കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.